സോ ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ വ്ളോഗ്. അപ്പം ഇന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം അങ്ങനെ നീണ്ട ഒരു മാസം തന്നെ അല്ലേ ഇന്നിപ്പോൾ ഞങ്ങളുടെ വന്നേ ഒരു മാസത്തെ ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകണത് ഗേസ്. അപ്പം ഇന്നാണ് നമുക്ക് ബസ് ഉള്ളത്. അറിയാലോ, എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വ്ളോഗ്സ് ഇവന്മാരൊക്കെ കാരണത്താൽ തുടങ്ങിയത്. അപ്പം അത് ഇനിയിപ്പോൾ നിർത്തി വെക്കാനുള്ളൊരു ഇത് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം എന്താ പറയുക, അടി. അപ്പം ഏതായാലും ഇന്ന് നാട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം നാട്ടിലെത്തുന്ന വരെയുള്ള വിശേഷങ്ങൾ ഉണ്ടാവും. സമയം ഇപ്പം എത്ര മണിയായി? ഇവിടെ കാച്ചോടെ 6:39. എന്നോട് ഒരു 7:45 50 ആകുമ്പോഴത്തേക്കും ഇവിടെ നമ്മളെ ഇലക്ട്രോണിസിറ്റി ഉള്ള ഇതിക്കാണ് വരാൻ പറഞ്ഞത്, ബസ് സ്റ്റാൻഡിലേക്കാണ് വരാൻ പറഞ്ഞത്. അവിടെ നിന്നാണ് നമുക്ക് ബസ്. സോ ബസ് പറയുന്നത് എസ്റ്റീം ബസ്സാണ്. എന്താ പറയുക, എൻ്റെ വീട്ടിൻ്റെ നേരെ മുമ്പിലേക്ക് ഇറങ്ങണം. അതായത് ടൗണിലേക്ക് കറക്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം വണ്ടി നിർത്തും. അതുകൊണ്ട് ഈസിയാണ് വീട്ടിലേക്ക് പോകാൻ. സോ അതുകൊണ്ട് നേരെ സ്റ്റീം ബസ് ബുക്ക് ചെയ്ത് ആൻഡ് കംഫർട്ട്, ഇറ്റ്സ് ഗുഡ് ഗൈസ്. അപ്പം ഏതായാലും ഗൈസ് ഇന്ന് നാട്ടിലേക്ക് പോവാണ്. പിന്നെ നമ്മളോട് ഒന്നും പറയാതെ പെട്ടെന്ന് നാട്ടിലേക്ക് പോയ ടീമുണ്ട് അല്ലേ? ഇപ്പോൾ കാണുന്ന രണ്ട് മഹാവ്യക്തികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നല്ല ഗൈസ്, ഷാമിലും റാഫിയാണ് നമ്മളെ കൂട്ടത്തിനതിന് നല്ല പെട്ടെന്ന് ബസ് കയറിപ്പോയി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ റഹീം ഷാവിലുണ്ട്, പിന്നെ കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പം ഓലില്ല, പുറത്തുപോയതാണ്. വൈകാതെ നമുക്ക് കാണിക്കാൻ കഴിച്ചു അവരൊക്കെ. അപ്പം എന്താ ബാഗ് ഗൈസ്, ഞാൻ ഇവിടെ ഉള്ള മൊത്തം ഡ്രസ്സ്, അതായത് എൻ്റെ ഫുൾ ഡ്രസ്സ് ഞാൻ ഇതിക്ക് നിറച്ച്. കാരണം മൊത്തം എറൗണ്ട് കുറേ വാഷിങ്ങിനുണ്ട്. പിന്നെ നമ്മളെ ട്രൈപോഡ്, ലൈറ്റ് സ്റ്റാൻഡ്, അങ്ങനത്തെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉണ്ട് നമ്മൾ ഷൂട്ടിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. അത് ഇതിൽ നിറച്ച് ആൻഡ് പോകാനുള്ള പാൻറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ബാഗാണ്, ലൈറ്റ് ഇടട്ടെ ഗൈസ്. അപ്പം ഹൈ ഗൈസ്, ആൻഡ് ഇത് നമ്മളെ ലാപ്ടോപ്പുള്ള ബാഗാണ്. ഇതിൽ നമ്മളെ ലാപ്ടോപ്സ് വെച്ച്, മറ്റേ ബാഗിൽ സ്പേസ് ഇല്ല. അല്ലെങ്കിൽ സാധാരണ ഞാൻ അതിൽ വെക്കലാണ് പതിവ്. അതിലിപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇനി എക്സ്ട്രാ കയ്യിലാക്കി പിടിക്കണം. വേറെന്താ, ലാപ്പിൻ്റെ ആവശ്യമുണ്ട്. എല്ലായിടത്തും പോകുമ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ലാപ്പ് വേണം. റീമേ പോണോണ്ട് ഞങ്ങൾക്ക് എന്താ, വേഗം പോയി തരാനാണോ? ഇവിടെ ഇവിടെ ലാഭായിട്ട് കിടക്കാല്ലേ ഒരു കട്ടിൽ മേലെ. ഇതാണ് നമ്മളെ റൂം. ഇത് മാറും ചോദിച്ചു. ഇതിപ്പം താൽക്കാലികമായിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. ഇവിടെ 1 2 3 കട്ടിലോ 3 കട്ടിലുണ്ട്. കിടക്കണത് എത്ര ആൾക്കാരാ? 5 ആൾക്കാർ. ഇവിടെ ഷാമിൽ, റാഫി, ഞാൻ, റഹീം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞവിടെ നിർത്തി വെച്ചാൽ ബെഡിൽ കിടക്കുന്ന ആൾക്കാരെ എണ്ണാണ് പറഞ്ഞത്. റഹീം, ഷാമിൽ. സ്റ്റോറേജ് ഒന്ന് ഫുള്ളായതാണ്, ഒന്നുമില്ല. റഹീം, യെസ്. അപ്പം ഞാൻ ഒന്ന് പോവാണ്. നിങ്ങൾക്ക് ഇവിടെ സുഖിച്ച് ഇനി കടന്നുറങ്ങാം. വേഗം പോണം മിസ്റ്റർ. നിങ്ങൾക്ക് ഇനി ഇവിടെ സുഖിച്ച് കടന്നുറങ്ങാം. വേഗം പോണം മിസ്റ്റർ, വേഗം പോണം. ജിന്നാക്കാൻ വരില്ലേ? കൊണ്ടേക്കാൻ വരില്ലേ? വരാം. വരുമോ? വരുമോ? ഒരു ചായ കുടിച്ച് നമുക്ക് നൈസിൽ പോകാം. ഓക്കെ. അപ്പം എനിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട ടൈം എന്ന് വെച്ചാൽ 7:45 അല്ല 7:15 എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. എല്ലാം ഞാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റഹീമേ, ഫുഡിങ് കിട്ടൂല, ടൈം എടുക്കും. അപ്പം എങ്ങനെ ആയാലും ഇച്ചിരി ടൈം എടുക്കും, നടക്കാനുണ്ട്. അത് ഈ ബാഗ് പറഞ്ഞ കിണ്ടിയുടെ വെയിറ്റ്, വെയിറ്റ് ഈ സാധനം. ഏതായാലും ഇനി നമുക്ക് ഇറങ്ങാൻ നേരത്ത് ഇനി ബാക്കിയുള്ള വിഷ്വൽസ് എടുക്കാം അല്ലേ?
ഇപ്പം വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ, എല്ലാവരും ഇല്ല, ഞാൻ ഒറ്റക്കും ഞാൻ റീമ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ കറലി. പിന്നെ ഇവിടെ ആരെയും കടന്നുറങ്ങുന്നു. അമ്പടാ ഇവിടെ കടന്നുറങ്ങിണ്ടില്ലേ? അപ്പൊ ഇജ്ജ് പോയില്ല, ഇനി ഞാൻ പോയില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഷാഹുൽ ഷിബിൻ. എന്നെ കൊണ്ടേക്കാൻ വരില്ലേ? ഗൈസ് ഇവന് ഞങ്ങളെല്ലാരും അവിടെ ഉണ്ടാകുമ്പോ ഒറ്റക്ക് എന്താ എനിമിയോ അതെന്താ എന്ത് പഠിക്കണേ നോക്കട്ടെ. എടാ മെഷീൻ ലേണിങ് പഠിക്കണ്. റഹീമേ ഇങ്ങോട്ട് വാ, ഇതൊക്കെ നമ്മളെല്ലാരും ഇവിടെ ഉണ്ടാവുമ്പോ മച്ചായിരുന്നു പഠിക്കണ്. ഏതാ പഠിക്കണോക്ക്? ബിൽഡ് യുവർ ഫസ്റ്റ് മെഷീൻ ലേണിംഗ് പ്രൊജക്ട്. അമ്പടാ മൂടായിട്ട് ബാത്റൂമൊക്കെ കയറണേ. അപ്പം ഗൈസ് ഇത് വേറെ ഏരിയ, ഇവിടെ വേറെ ആൾക്കാർ കിടക്കും. അവിടെ ഫയേഴ്സ്, റോക്കി ബായ്, അഖിൽ ആൻഡ് ഷിനിയാനും കിടക്കുന്ന പ്ലേസ് ആണ്. വലിപ്പം ഇവിടുന്ന് എണീച്ച് പോയിട്ടുള്ളൂ, അതാണ് ഈ കോലത്തിൽ കിടക്കുന്നത്. അല്ലാതെ കുറച്ചും കൂടി വൃത്തിയിലൊക്കെ കിടക്കും. ആൻഡ് ഗൈസ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ റൂം. കുറച്ച് വൃത്തികളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടല്ലോ ഡ്രസ്സൊക്കെ അൺലിമിറ്റഡ് ഓഫ് ഡ്രസ്സാണ് ഇവിടെ അല്ലേ? എത്ര ഡ്രസ്സ് ഉണ്ട് ഇവിടെ? ഗീവൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല, അമ്മാതിരി അവസ്ഥയിലാണ്. ഗൈസ് ഫൈനലി നമ്മളെ എക്സാം എല്ലാ എക്സാമും എഴുതി കഴിഞ്ഞു, ഇനി ഒന്നും ബാക്കിയില്ല, എക്സാം തീർത്ത്. പിന്നെ എന്നട്ടോ ഇത് എൻ്റെ വക ഒരു സംഭാവന. ഞാൻ പോയാലും പട്ടിണി അടക്കരുത്, അതിനാണ്. ഗൈസ് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് പ്രത്യേകത ഉണ്ട്. ഇവര് പട്ടിണി കിടന്നാലും നമ്മൾ പ്രൈമ കുടിച്ചിട്ടേ ജീവിക്കുന്നു അല്ലേ? പട്ടിണി കിടന്നാലും നമ്മൾ പ്രൈമ കുടിച്ചിട്ടേ ജീവിക്കുന്നു. പിന്നെ ജാമുണ്ട് കേട്ടോ, ബ്രെഡും ജാമും കൂട്ടിയോണ്ടി, ബ്രെഡ് മേടിച്ചോണ്ടി. വേറെ ഇപ്പൊ കയറിയിട്ടൊന്നും നമ്മൾ ഇവിടെ ഇല്ല. അപ്പം ഇനി എന്താ പോയി 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 കളിക്കല്ലേ. ആ അപ്പം ഇനി നമുക്ക് ഏതായാലും നമ്മളെ ബസ് പോകാൻ നേരത്ത് ഇറങ്ങാൻ നേരത്ത് കാണാം ഗൈസ്. ഓക്കെ ബൈ. സോ ഗൈസ് ഇതേ ഞാൻ ബാഗൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ എവിടേക്ക് പോണേ? നാട്ടിൽ പോണേ. അവിടെ ലൈറ്റ് ഓഫ് ആക്കട പുറത്ത്. ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോഴെല്ലാം നടത്തിയിട്ട് കഴിയുള്ളൂ ഗൈസ്. ലൈറ്റ് ആയി ഗൈസ്. ഞാൻ എൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ ഉണ്ട്. വാതില് ജസ്റ്റ് ഒന്ന് ചാടിയിട്ട് അവിടെ ഗൈസ്. ഇതാണ് ഇലക്ട്രോണിസിറ്റി വ്യൂ. ഏതല്ലേ അപ്പം നമ്മളെ സ്ഥലമാണിത്. അറൗണ്ട് വ്യൂ. അപ്പം ഏതായാലും ഞാൻ അടിയിലേക്ക് ഇറങ്ങട്ടെ. ആൻഡ് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കാണാം. എല്ലാം ഞാൻ ഗിംബലും കാര്യങ്ങളൊന്നും പിടിച്ച് നടക്കാൻ വയ്യ ഗൈസ്. ഓക്കെ അപ്പം അടുത്തേക്ക് കാണാം. സോ ഗൈസ് നമ്മളങ്ങനെ ഇറങ്ങി ഇനി നേരെ കേട്ടാ ഫയാസുക്കൻ്റെ കടയ്ക്ക്. അവിടുന്ന് ഫയാസിൻ്റെ വക എന്താ ഒരു കുപ്പിവെള്ളം മേടിക്കണം. എന്നിട്ട് നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം. ഇപ്പം സമയം അറൗണ്ട് 7:15. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും എന്താവും സമയം ടൈം ഈസ് നൗ. അപ്പോൾ ഏതായാലും നമുക്കിനി ഫയാസിൻ്റെ കടയിലെത്തട്ടെ ഗൈസ്. കുറച്ച് നടക്കാണ്ട് അവിടെ തിരി കാണാം. ട്രെയിൻ പോണില്ല, ഞാനേ ട്രെയിൻ പോവില്ല. ട്രെയിനിന് അങ്ങനെ പോക്കൂല നമ്മള്. അതിൻ്റെ ഇടയിൽ കൂടെ പരിപാടി നടത്തുക. ഞങ്ങൾ അവിടുന്ന് ഇറക്കിട്ടാ പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് പോകിട്ട് കണ്ടന്റ് വേണ്ടേ?
നല്ല ഷോട്ട് പോവാണ് ഇത് എൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു നീമ്പൂസ് തരും ആ എൻ്റെ ഭാഗ എന്തെങ്കിലില്ല നമ്മൾ കടക്കാരൻ പയാസ് പോട്ടെ വരണ്ടിട്ടോ വരില്ലേ റിട്ടേൺ കല്യാണം കഴിഞ്ഞിട്ട് നോക്കണം ജെ അവിടെ വരണം വരുന്നുണ്ടോ പോരുണ്ടോ ഞാനാ പോരുണ്ടോ സോ ഗൈസ് ഞാൻ പോട്ടെ പോയി ഞാനേ ബാഗ് കളിച്ചല്ലേ ബ്രെഡ് കാര്യങ്ങള് ഒന്നുമില്ല ഹനി ഹനി മെച്ചി ഹനി ഓക്കെ ഒരാളൊന്നും അവരാണ് ശരി ഗൈസ് നമ്മളെ ചെങ്ങായിമാരുതാ ഇവിടെ എന്നെ കുറിച്ചിട്ട് പറയണേ അല്ല സലാം ശരി ബൈ സോ ഫൈനലി ഗൈസ് ഇങ്ങനെ ബസ് കയറി ഇനി നേരെ നാട്ടിലേക്കാണ് ഗൈസ് തൂഫേണ്ട സാധനം പോലെ കുറച്ചുകൂടെ കിട്ടി അപ്പം U18 നമ്മളെ സീറ്റ് നമ്പർ തന്നെയാണ് തോന്നുന്നത് ആണ് അപ്പം ഈ കാര്യമായിട്ടൊന്നുമില്ല ഗൈസ് എന്താ പറയുക കുറച്ച് നേരം ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം രാവിലെ ആകുമ്പോൾ തിരിച്ച് എന്താ പറയുക വീട്ടിൽ കയറാം ഓക്കെ അപ്പം നമ്മൾ ഏതായാലും നാട്ടിലെത്തിയിട്ട് കാണാം ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ബസ് ഇവിടെ നിന്നെടുത്ത് നാട്ടിൽ ഇറങ്ങുന്ന വരെ കാര്യമായിട്ട് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കണം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം ഓക്കെ അപ്പം നാട്ടിലെത്തിയിട്ട് കാണാം സോ ഗൈസ് ഇങ്ങനെ പോകുന്ന നാട്ടിലെത്തി എന്താ പറയുക ഇതാണ് നമ്മൾ ബസ് നൈസ് ആൻഡ് കംഫർട്ടബിൾ Para llegar a gente. A ver, pues, ¿qué pasa? Ja. Goodbye. Chris, Randy. So, I just called it. Eating up was nice. Good to you. Chin. Which made. Oh, don't be. Mother said, look at such good. My mother. സോ ഗൈസ് അങ്ങനെ ഫൈനലി എന്താ പറയുക നമ്മൾ വീട്ടിലെത്തി അപ്പം തന്നെ ഉടനെ ഒരു കുറേ പണി തന്നു ഗൈസ് ഇവിടെ റൂമിൽ AC പുതിയ വെക്കാനുണ്ടായിന് പിന്നെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിനി അപ്പം അതെല്ലാം കൂടി എടുത്ത് പിറക്കി ഓരോ പരിപാടിയായിട്ട് തന്ന് ഒന്ന് കടന്നുറങ്ങി എണീച്ച്
വ്ളോഗ് എൻ്റെ ആക്കാനും വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ വ്ളോഗിൻ്റെ ക്ലാരിറ്റി നല്ല കുറവുണ്ടാവും, ബിക്കോസ് ഞാൻ എടുക്കണത് 13 എൻ്റെ ഫോണ് ഉപയോഗിച്ചിട്ട് എന്താ അറിയില്ല, എൻ്റെ പ്രശ്നം കൊണ്ടാണോ അത് ഫോണിൽ ക്ലാരിറ്റി പോകണോണ്ടാണോ അറിയില്ല. അതായത് ഫോണിൻ്റെ പ്രശ്നമാണോ അതോ സ്ക്രാച്ച് എന്താ വീണോ അറിയില്ല. അതായത് ലെൻസുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണില്ല. അപ്പം വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ക്ലാരിറ്റി ലെസ് ആണ്. മറ്റേ അവിടെ ബാംഗ്ലൂരാണെങ്കിൽ റാഫിൻ്റെ ഷാമിലി ഫോണുണ്ട്, എന്താ പറയുക 14 പ്രോയും 16 ഉണ്ട്. അപ്പം അതിൻ്റെ രണ്ടിനും ക്യാമറ ക്ലാരിറ്റി അറിയാമല്ലോ, അത്യാവശ്യം വൃത്തിയുണ്ട്. എൻ്റേത് 2 കൊല്ലം കണ്ടിന്യൂസ് വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്തിട്ടാണോ അറിയില്ല, നല്ല ക്ലാരിറ്റി ലോസ് ഉണ്ട്. അപ്പം ഏതായാലും ഇനിയിപ്പം കുറച്ച് ദിവസത്തിനുള്ള വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എന്താ ഇതിലാണ് വരിക, അതായത് എൻ്റെ ഫോണിലായിരിക്കും എടുക്കേണ്ടാവുക, വേറെ ഫോണൊന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പം ഗൈസ് ഇത്ര തന്നെയുള്ള വ്ളോഗ് നമ്മളുടെ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.